ഹലോ ഹായ് എവരി വൺ വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. എല്ലാവർക്കും സൂപ്പർ നോട്ട്സിന്റെ മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ മക്കളെ ആദ്യം തന്നെ പറയാം, ഡിഗ്രിക്കാർക്ക് വരാൻ പോകുന്ന ഒരു വമ്പൻ അവസരം അല്ലെങ്കിൽ ഒരു സുവർണ അവസരമാണ് നമ്മൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന നമ്മുടെ പഞ്ചായത്ത് സെക്രട്ടറി അല്ലെങ്കിൽ LSDD സെക്രട്ടറി നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. മക്കളെ നിങ്ങൾക്ക് ഒരു ഡിഗ്രി യോഗ്യത ഉണ്ടോ? നിങ്ങൾക്ക് ഈ വരാൻ പോകുന്ന നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ഈ ഒരു പോസ്റ്റിന് എന്ത് ചെയ്യാൻ പറ്റും? അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളിപ്പോൾ കമന്റിൽ ഒന്ന് പറയുമായിരിക്കും നോട്ടിഫിക്കേഷൻ പോലും വന്നില്ല, പിന്നെ എന്തിനാ വീഡിയോ എന്ന്. നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി ഒരു പോസ്റ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ പ്രിപ്പറേഷൻ എന്ത് ചെയ്യാം, നമ്മൾ ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്യണം. കാരണം അത്രയും നല്ലൊരു പോസ്റ്റ് ആണ്, കാരണം അത് ഗസറ്റഡ് പോസ്റ്റ് ആണ്. സോ നമുക്ക് എന്ത് ചെയ്യണം, അത്രയും നല്ല രീതിയിൽ അല്ലെങ്കിൽ അത്രയും മികച്ച രീതിയിലായിരിക്കണം എന്ത് ചെയ്യേണ്ടതാ നമ്മുടെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. സോ നിങ്ങളുടെ പ്രിപ്പറേഷൻ എന്ത് ചെയ്യണം, ഇപ്പോഴേ എന്ത് ചെയ്യണം, അതിന് വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തോ. അതേപോലെ പോസ്റ്റ് വരുന്നത് പഞ്ചായത്തിൽ എന്തായിട്ടാണ് വരുന്നത്, സെക്രട്ടറി പോസ്റ്റ് തന്നെയാണ് എന്താ വരുന്നത്. അതേപോലെ സാലറി പാക്കേജ് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിംഗ് തന്നെ എന്തുണ്ട്, 51,400 രൂപ സാലറിയോട് കൂടി വരുന്ന ഒരു പോസ്റ്റാണ് ഈ പഞ്ചായത്ത് സെക്രട്ടറി എന്ന് പറയുന്നത്. വേക്കൻസീസ് ആന്റിസിപ്പേറ്റഡ് ആയിരുന്നു കഴിഞ്ഞ തവണ വന്നത്. 2025 ലിസ്റ്റ് വന്നു, 2028 അത് അവസാനിക്കുള്ളൂ. കഴിഞ്ഞ ലിസ്റ്റിന്റെ അവസ്ഥയാണ്. അത്യാവശ്യം നിയമനങ്ങൾക്ക് നടന്നൊരു പോസ്റ്റാണ് എന്താ ഈ ഒരു പഞ്ചായത്ത് സെക്രട്ടറി എന്ന് പറയുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഈ വർഷം ഈ ഒരു പോസ്റ്റ് എന്ത് ചെയ്യാം, പ്രതീക്ഷിക്കാം. അതേപോലെ ഈ ഒരു പോസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് 2 ലെവൽ പരീക്ഷകളാണ് കേട്ടോ വരുന്നത്. 2 ഘട്ട പരീക്ഷകളാണ് എന്താ പഞ്ചായത്ത് സെക്രട്ടറി എന്ന് പറയുന്ന പോസ്റ്റിന് വരുന്നത്. അതായത് ഡിഗ്രി ലെവൽ എക്സാം ആണല്ലോ. ഡിഗ്രി ലെവൽ എക്സാം ആകുമ്പോൾ കോമൺലി എന്ത് ചെയ്യും, ഫസ്റ്റ് ഒരു പ്രിലിംസ് എക്സാം കാണും, രണ്ടാമതായിരിക്കും എന്ത് ചെയ്യാം, മെയിൻസ് എക്സാം. അതായത് പ്രിലിംസ് എക്സാം പാസ്സായവർക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, മെയിൻസ് എക്സാം എന്ത് ചെയ്യാൻ പറ്റൂ, അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. സോ പ്രിലിംസ് എക്സാമിന്റെ സിലബസ് എങ്ങനെയാണ് തന്നെയാണ് വരുന്നത്. നമ്മൾ ഈ സിലബസിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യം നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കേണ്ട, ഏത് എക്സാം എടുത്താലും അതിന്റെ സിലബസ് അനുസരിച്ച് എന്ത് ചെയ്യണം, പഠിക്കണം. അതിപ്പോൾ ഇപ്പോൾ പഞ്ചായത്ത് സെക്രട്ടറി ആയാലും ഏതായാലും എന്ത് അതിന്റെ സിലബസ് അനുസരിച്ച് പഠിക്കാം. സോ നമ്മുടെ പഞ്ചായത്ത് സെക്രട്ടറിയിലേക്ക് നമ്മൾ കടക്കുമ്പോഴും എന്ത് ചെയ്യണം, നമ്മൾ അതിന്റെ സിലബസ് അറിയണം. സോ നമ്മുടെ ഡിഗ്രി പ്രിലിംസിന്റെ കോമൺ സിലബസ് തന്നെയാണ് എന്താ പഞ്ചായത്ത് സെക്രട്ടറിയുടെയും സിലബസ് ആയിട്ട് വരുന്നത്. നമ്മൾ ഡിഗ്രി പ്രിലിംസ് ഓൾറെഡി എഴുതിയില്ലേ, കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ഒക്കെ പ്രിലിംസ് എഴുതി നിൽക്കുന്നവരാണ് നിങ്ങൾ. സോ ആ ഒരു പരീക്ഷയ്ക്ക് പഠിച്ച കോമൺ ആയിട്ടുള്ള ആ ഒരു പ്രിലിംസിന്റെ സിലബസ് തന്നെയാണ് എന്താ പഞ്ചായത്ത് സെക്രട്ടറിക്കും വരുന്നത്. നോക്കിയാടാ, ഹിസ്റ്ററി 10 മാർക്ക്, ജോഗ്രഫി 5 മാർക്ക്, എക്കണോമിക്സ് 5 മാർക്ക്, അതേപോലെ സിവിക്സ് 5 മാർക്ക്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ 5 മാർക്ക്, ആർട്സ് ലിറ്ററേച്ചർ കൾച്ചർ സ്പോർട്സ് 10 മാർക്ക്, ദെൻ ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ 5 മാർക്ക്, സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് 5 മാർക്ക്, അതേപോലെ സിമ്പിൾ അരിത്തമെറ്റിക് അതായത് മാത്സിന്റെ ഭാഗത്ത് നിന്ന് അല്ലെ, മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി എന്ന് പറഞ്ഞ പോർഷനിൽ നിന്ന് എത്ര മാർക്ക് ഉണ്ട്, 20 മാർക്ക് ഉണ്ട്. അതേപോലെ ഇംഗ്ലീഷ് എന്ന ഭാഗത്ത് നിന്ന് എത്ര മാർക്ക് ഉണ്ട്, 20 മാർക്ക് ഉണ്ട്. അതേപോലെ മലയാളം 10 മാർക്ക് ഉണ്ട്. സോ ഇങ്ങനെയാണ് എന്താ ഈ വരാൻ പോകുന്ന LSD സെക്രട്ടറി അല്ലെങ്കിൽ നമ്മുടെ ഡിഗ്രി പ്രിലിംസിന്റെ സെയിം സിലബസ് തന്നെയാണ് എന്താ ഡിഗ്രി പ്രിലിംസ് പോലെ തന്നെ ആയിരിക്കും എന്ത് ചെയ്യുക, ഇതിന്റെയും പ്രിലിംസ് എന്ത് ചെയ്യാൻ നടക്കുക. സോ ഇതാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരിക കേട്ടോ. സോ ഇതൊന്ന് എന്ത് ചെയ്യാം, മനസ്സിലാക്കി വെച്ചേക്കുക. കാരണം നമ്മൾ ഏത് എക്സാം അറിയാലും നമ്മൾ അതിന്റെ സിലബസ് ആയിട്ടുണ്ടോ. സോ ഡിഗ്രി പ്രിലിംസിന്റെ സെയിം സിലബസ് ആണ് എന്താ ഇതിനും വരിക കേട്ടോ. സോ ഇതാണ് എന്താ പ്രിലിംസിന്റെ സിലബസ് എന്ന് പറയുന്നത്. അതേപോലെ നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഹിസ്റ്ററിയുടെ ഭാഗം എടുക്കുകയാണെങ്കിൽ കേരളത്തിൽ തന്നെ ഏതൊക്കെ ടോപ്പിക് പഠിക്കാനുണ്ട്, അറൈവൽ ഓഫ് യൂറോപ്പിയൻസ്, കോൺട്രിബ്യൂഷൻ ഓഫ് യൂറോപ്പിയൻസ്, ഹിസ്റ്ററി ഓഫ് ട്രാവൻകൂർ ഫ്രം മാർത്താണ്ഡവർമ്മ ടു ശ്രീ ചിത്ര തിരുനാള, സോഷ്യൽ ആൻഡ് റിലീജിയസ് റിഫോം മൂവ്മെന്റ്, നാഷണൽ മൂവ്മെന്റ് ഇൻ കേരള, ലിറ്റററി സോഴ്സസ് ഓഫ് കേരള, യുണൈറ്റഡ് കേരള മൂവ്മെന്റ്, ഐക്യ കേരള പ്രസ്ഥാനം, അതേപോലുള്ള ഒരുപാട് കാര്യങ്ങൾ എന്താണ് കേരളം എന്ന് പറയുന്നതിന്റെ ഭാഗത്തുനിന്ന് പഠിക്കാനുണ്ട്. ദെൻ ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ ഒന്ന് മിഡീവൽ ഇന്ത്യ ഉണ്ട്, പൊളിറ്റിക്കൽ ഹിസ്റ്ററി, അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ്, കോൺട്രിബ്യൂഷൻസ്, എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ബ്രിട്ടീഷ്, ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, അതേപോലെ ഫോർമേഷൻ ഓഫ് INC, സ്വദേശി മൂവ്മെന്റ്, അങ്ങനെ പറയുന്നത് എന്താണ് ഇന്ത്യൻ ഹിസ്റ്ററി ഉണ്ട്. ദെൻ വേൾഡ് ഹിസ്റ്ററിയിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് അറിയാം അല്ലേ, എന്താണ് നമ്മുടെ +2 അല്ലെങ്കിൽ 10th പ്രിലിംസിന്റെ അല്ലെങ്കിൽ 10th മെയിൻസിന്റെ എന്താണ് സിലബസ് എടുക്കുകയാണെങ്കിൽ അതിനേക്കാളും കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട്. കാരണം നമ്മൾ ഡിഗ്രി ലെവലിലേക്ക് പോകുമ്പോൾ അറിയാമല്ലോ, നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ ഞാൻ കുറച്ചുകൂടി ഡെപ്ത് കൂട്ടി എന്ത് ചെയ്യാം, പഠിക്കാം. അത് മാത്രം എന്ത് ചെയ്താൽ മതി കേട്ടോ. അതാണ് ഹിസ്റ്ററിയുടെ ലെവലിൽ നോക്കാനുള്ളത്. ദെൻ അടുത്തത് ജോഗ്രഫിയിലേക്ക് വരുമ്പോഴും സെയിം സാധനം തന്നെയാണ്. എർത്ത് സ്ട്രക്ചർ, അറ്റ്മോസ്ഫിയർ, റോക്സ്, ലാൻഡ് ഫോംസ്, പ്രഷർ ബെൽറ്റ്, വിൻസ്, അതുപോലെ മാപ്പ്, ടോപ്പോഗ്രാഫിക് മാപ്സ്, അങ്ങനെയാണ് എന്താ ജോഗ്രഫിയുടെ സിലബസ് വരിക. ഇത് വേൾഡ് ജോഗ്രഫിയാണ് കേട്ടോ. ഇനി ഇന്ത്യൻ ജോഗ്രഫിയിലേക്ക് വരികയാണെങ്കിൽ ഫിസിയോഗ്രഫി വരുന്നുണ്ട്, സ്റ്റേറ്റ്സും ഫീച്ചേഴ്സും, അതേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മിനറൽസ്, ഇൻഡസ്ട്രീസ്, കോസ്റ്റൽ പ്ലെയിൻസ്, എനർജി സോഴ്സസ്, പിന്നെ എന്താണ് ട്രാൻസ്പോർട്ട് സിസ്റ്റം, അങ്ങനെയൊക്കെയാണ് എന്താ ജോഗ്രഫിയുടെ ഭാഗത്ത് നിന്ന് കടന്നു വരിക. ദെൻ കേരള ജോഗ്രഫിയിലേക്ക് വരികയാണെങ്കിൽ ഫിസിയോഗ്രഫി, അതേപോലെ ഡിസ്ട്രിക്ട്സും അതിന്റെ ഫീച്ചേഴ്സും അല്ലെ നമ്മൾ എല്ലാം 10th കാണുന്നതാണ്. 10th മെയിൻസിന്റെ ടോപ്പിക്സ് എടുത്താലും നിങ്ങൾ കാണുന്നതാണ്. ഞാൻ ഇംഗ്ലീഷിൽ ഉൾപ്പെടുത്തി എന്തെന്ന് ചോദിച്ചാൽ ഇംഗ്ലീഷിലും മലയാളത്തിലും ക്വസ്റ്റ്യൻസ് കാണും കേട്ടോ. ഞാൻ പിന്നെ ഇത് ഇംഗ്ലീഷിൽ പറയുന്നതേ ഉള്ളൂ. ഓക്കെ, വൈൽഡ് ലൈഫ് ആൻഡ് അഗ്രികൾച്ചർ, റിസർച്ച് സെന്റേഴ്സ്, മിനറൽസ് ആൻഡ് ഇൻഡസ്ട്രീസ്, എനർജി സോഴ്സസ്, ട്രാൻസ്പോർട്ട് സിസ്റ്റം, ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ജോഗ്രഫിയുടെ ഭാഗത്ത് വരുന്നുണ്ട്. മക്കളെ നിങ്ങളൊരു 10th മെയിൻസിന്റെ സിലബസ് എടുത്ത് നോക്കിയാലും ഇതേ സാധനം എന്ത് ചെയ്യാം, മലയാളത്തിൽ നിങ്ങൾക്ക് അവിടെ കാണാം. ഓക്കെ, അത് കുറച്ചുകൂടി എന്ത് ചെയ്യുക, ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ നമ്മൾ കുറച്ചുകൂടി എന്ത് ചെയ്യുക, ഡെപ്തിൽ പഠിക്കുക. ഈ ഒരു ഹിസ്റ്ററിയുടെ ഭാഗത്ത് എടുത്താലും ഇതിൻ്റെ കൂടെ എല്ലാം നമ്മൾ എന്തും കൂടി പഠിക്കണം, കറണ്ട് അഫേഴ്സും കൂടെ പഠിക്കണം കേട്ടോ. അത് ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും കറണ്ട് അഫേഴ്സ് നടന്നിട്ടുണ്ടെങ്കിൽ ആ കറണ്ട് അഫേഴ്സ് പഠിക്കുക. അതേപോലെ ജോഗ്രഫിയുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും കറണ്ട് അഫേഴ്സ് നടന്നിട്ടുണ്ടെങ്കിൽ ആ കറണ്ട് അഫേഴ്സ് എന്ത് ചെയ്യണം, നമ്മൾ കവർ ചെയ്തിരിക്കണം. അതേപോലെ എക്കണോമിക്സിന്റെ ഭാഗത്താണെങ്കിൽ നീതി ആയോഗ് ഉണ്ട്, 5 year പ്ലാൻ ഉണ്ട്, അതേപോലെ
RBI അതിന്റെ ഫംഗ്ഷൻസ്, ഫിസ്ക്കൽ പോളിസി, പബ്ലിക് എക്സ്പെൻഡിച്ചർ, നോൺ ടാക്സ് റവന്യൂ. എക്കണോമിക്സിന്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ടോപ്പിക് കുറച്ചുകൂടി ഡെപ്ത് കൂടുതലാണ് കേട്ടോ, മറ്റേ 10th പ്ലസ് ടുവിനൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. അതുപോലെ ടൈപ്സ് ആൻഡ് ഫംഗ്ഷൻസ് ഓഫ് എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതിന്റെ കൂടെ കറണ്ട് അഫേഴ്സും എന്ത് ചെയ്യുക കവർ ചെയ്തിരിക്കണം. അതേപോലെ സിവിക്സ് കുറച്ച് പേർക്ക് ബുദ്ധിമുട്ടുള്ള ടോപ്പിക്കാണ്, പക്ഷേ സിവിക്സ് നല്ല രീതിയിൽ എന്ത് ചെയ്യണം പഠിച്ചിരിക്കണം. അതിൽ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, ബ്യൂറോക്രസി, അതിന്റെ ഫീച്ചേഴ്സ് ആൻഡ് ഫംഗ്ഷൻ, ഇന്ത്യൻ സിവിൽ സർവീസ്, അതേപോലെ ഇൻഫോർമേഷൻ ആക്ട്, ലോക്പാൽ, ലോകായുക്ത, then national rural employment policies, land reforms, protection of women, children and old age people. അങ്ങനെയാണ് എന്താ സിവിക്സിന്റെ ഭാഗത്ത് നിന്ന് എന്ത് ചെയ്യുക ക്വസ്റ്റ്യൻസ് വരിക. ദെൻ അടുത്തത് ആർട്സ് സ്പോർട്സ് ലിറ്ററേച്ചർ അല്ലെ. ആർട്സ് സ്പോർട്സ് ലിറ്ററേച്ചർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഭാഗമാണ്. കേരളത്തിലെ പ്രധാന ദൃശ്യ ശ്രവ്യ കലകൾ, അതിന്റെ ഉദ്ഭവം, വ്യാപനം, പരിശീലനം, അതേപോലെ പ്രശസ്തമായിട്ടുള്ള സ്ഥലങ്ങൾ, സ്ഥാപനങ്ങൾ, വ്യക്തികൾ, കലാകാരന്മാർ, എഴുത്തുകാർ. അങ്ങനെ ആർട്സ് സ്പോർട്സ് ലിറ്ററേച്ചർ നമ്മൾ ഏത് സിലബസ് എടുത്ത് നോക്കിയാലും അറിയാം അല്ലെ. 5 മാർക്കിന് അവിടെ ഉള്ളെങ്കിൽ അതേപോലെ ഇവിടെ 10 മാർക്കിന് ഉള്ളെങ്കിൽ എന്താണ് അത്രയും ഡെപ്ത് ആണ് എന്താ ടോപ്പിക്. സോ അതിന്റെയൊക്കെ ഹോട്ട് ടോപ്പിക്സ് അനലൈസ് ചെയ്ത് പഠിക്കുന്നതായിരിക്കും എന്താ ഏറ്റവും നല്ല എളുപ്പമുള്ള രീതി കേട്ടോ. ദെൻ കായികത്തിലേക്ക് വരുവാണെങ്കിൽ നമുക്കറിയാം പ്രധാന ട്രോഫികൾ, കായിക ഇനങ്ങൾ, പങ്കെടുക്കുന്ന കളിക്കാരുടെ എണ്ണങ്ങൾ, സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട ടേംസ്, ഒളിമ്പിക്സ്, അതിന്റെ ബേസിക് ഫാക്ട്സ്, വിന്റർ ഒളിമ്പിക്സ്, പാരാ ഒളിമ്പിക്സ്, ഏഷ്യൻ ഗെയിംസ്, വേദികൾ, രാജ്യങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യണം സ്പോർട്സിന്റെ ഭാഗത്തും എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട് നമ്മൾ കവർ ചെയ്യേണ്ടതായിട്ട്. നിങ്ങൾക്ക് ഈ സിലബസ് വേണമെങ്കിൽ ഈ വീഡിയോയുടെ താഴെ PDF എന്നൊന്ന് കമന്റ് ചെയ്താൽ മതി കേട്ടോ, അല്ലെങ്കിൽ സിലബസ് എന്നൊന്ന് കമന്റ് ചെയ്താൽ മതി. ഓക്കെ. ദെൻ അടുത്തത് ദേശീയ ഗെയിംസിന്റെ ഇനങ്ങൾ, ഓരോ രാജ്യത്തിന്റെയും ദേശീയ കായിക ഇനങ്ങൾ, വേദികൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം പഠിക്കണം. ദെൻ സാഹിത്യത്തിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ പ്രധാന സാഹിത്യ പ്രസ്ഥാനങ്ങൾ, ദെൻ എഴുത്തുകാരെ, തൂലികാനാമങ്ങൾ, ഇത് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്ന ചോദ്യമാണ് കേട്ടോ. എഴുത്തുകാരെ, തൂലികാനാമങ്ങൾ, അപരനാമങ്ങൾ, അതേപോലെ കഥാപാത്രങ്ങൾ, കൃതികൾ, പ്രശസ്തമായ വരികൾ, കൃതികൾ, അങ്ങനെയൊക്കെ ചോദിക്കുകയാണ്. ജ്ഞാനപീഠം നേടിയ മലയാളികൾ, മലയാള സിനിമയുടെ ഉദ്ഭവം, വളർച്ച, നാഴികക്കല്ലുകൾ. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് എന്താ മലയാളത്തിന്റെ അല്ലെങ്കിൽ സാഹിത്യത്തിന്റെ ഭാഗത്ത് നിന്ന് വരിക. ഞാൻ ഒന്ന് വേഗത്തിൽ പറയാണ്, കാരണം നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യണം ഇൻഫോർമേഷൻ ലഭിക്കണം അല്ലെ. സോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്, കാരണം നമുക്ക് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഓൾറെഡി എന്ത് ചെയ്തു പറഞ്ഞു. ദെൻ സംസ്കാരത്തിന്റെ കാര്യത്തിൽ വരികയാണെങ്കിൽ പ്രധാന ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങൾ, അതേപോലെ കേരളത്തിലെ സാംസ്കാരിക കേന്ദ്രങ്ങൾ, ആരാധനാലയങ്ങൾ, സാംസ്കാരിക നായകർ, പിന്നെ എന്താണ് കറണ്ട് അഫേഴ്സും. ഓക്കെ, എല്ലാം ഏത് ടോപ്പിക് പഠിച്ചാലും അതിനോടുള്ള റിലേറ്റഡ് എന്ത് ചെയ്യുക കറണ്ട് അഫേഴ്സും എന്ത് ചെയ്യണം പഠിച്ചിരിക്കണം. അത് നമ്മൾ എടുത്ത് പറയുന്നുണ്ട്. ദെൻ കമ്പ്യൂട്ടറിന്റെ ബേസിക് ഓഫ് കമ്പ്യൂട്ടർ വരികയാണെങ്കിൽ ഓക്കെ, നമ്മൾ കോമൺലി പഠിക്കുന്ന സാധനങ്ങളാണ് ഇൻപുട്ട് ഡിവൈസസ്, ഔട്ട്പുട്ട് ഡിവൈസസ്, മെമ്മറി ഡിവൈസസ് അല്ലെ, പ്രൈമറി സെക്കൻഡറി ഡിവൈസസ്, പിന്നെ OS അല്ലെ, ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പഠിക്കണം, പിന്നെ പ്രോഗ്രാമിങ്ങിന്റെ ബേസിക്സ് അറിഞ്ഞിരിക്കണം. ദെൻ ടൈപ്സ് ഓഫ് നെറ്റ്വർക്ക് ഒക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ടൈപ്സ് ഓഫ് നെറ്റ്വർക്ക് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്. ദെൻ ഇന്റർനെറ്റ്, വെബ് ഡിസൈനിങ്, ടൈപ്സ് ഓഫ് ക്രൈം, IT ആക്ട്, സോ അങ്ങനെയുള്ള ടോപ്പിക്സും എന്ത് ചെയ്യണം നമ്മൾ കവർ ചെയ്തിരിക്കണം. അതിന്റെ കൂടെ എന്ത് ചെയ്യണം കറണ്ട് അഫേഴ്സ്. സോ എന്ത് ചെയ്യുക അത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യണം കവർ ചെയ്യണം. നെക്സ്റ്റ് സയൻസ് ആൻഡ് ടെക്നോളജി ആണ് കേട്ടോ. സയൻസ് ആൻഡ് ടെക്നോളജിയുടെ കാര്യത്തിൽ വരികയാണെങ്കിൽ നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി വരുന്നുണ്ട്. relevance of S&T national policy and S&T innovations, basics of everyday science, അതേപോലെ ഹ്യൂമൻ ബോഡി, പബ്ലിക് ഹെൽത്ത് ആൻഡ് കമ്മ്യൂണിറ്റി മെഡിസിൻ, അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ടോപ്പിക് എന്ത് ചെയ്യുന്നുണ്ട് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട്. അതൊക്കെ എന്താണ് 5 മാർക്കിനാണ് വരുന്നത് കേട്ടോ. ഇത് ഏത് പഠിച്ചാലും എന്ത് ചെയ്യണം അതിന്റെ ഭാഗം എന്ത് ചെയ്യണം കറണ്ട് അഫേഴ്സും എന്ത് ചെയ്യണം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ദെൻ നമുക്ക് മാത്സ് ആൻഡ് മെന്റലബിലിറ്റി. മാത്സ് ആൻഡ് മെന്റലബിലിറ്റി നമ്മൾ അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ആവറേജ്, ടൈം ആൻഡ് വർക്ക്, ടൈം ആൻഡ് ഡിസ്റ്റൻസ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, പെർസെന്റേജ്, നമ്പേഴ്സ് ആൻഡ് ബേസിക് ഓപ്പറേഷൻസ്, ഫ്രാക്ഷൻസ് ആൻഡ് ഡെസിമൽ നമ്പേഴ്സ്, ലോ ഓഫ് എക്സ്പോണൻസ്, അങ്ങനെ മാത്സും. അതേപോലെ മെന്റലബിലിറ്റിയിൽ സീരീസ്, അതേപോലെ അനലോഗി, ഓഡ് മാൻ, ഫാമിലി റിലേഷൻസ്, സെൻസ് ഓഫ് ഡയറക്ഷൻ, ടൈം ആൻഡ് ആംഗിൾസ്, കലണ്ടർ, അതേപോലെ ഭാഗമാണ് എന്താ മാത്സ് മെന്റലബിലിറ്റിയുടെ ഭാഗത്ത് വരുന്നത് കേട്ടോ. മാത്സ് മെന്റലബിലിറ്റി ഇമ്പോർട്ടൻറ്റ് കൊടുക്കണം. മാത്സ് മെന്റലബിലിറ്റി ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന പോലെ തന്നെ ചെയ്യണം ഇംഗ്ലീഷും ഇത്തവണ ഇമ്പോർട്ടൻസ് കൊടുത്തേ പറ്റും. കാരണം ഇംഗ്ലീഷും എത്ര മാർക്കിനാണ് വരുന്നത് 20 മാർക്കിനാണ് എന്താ എക്സാമിന് വരിക. സോ അത് നന്നായിട്ട് പഠിക്കുക കേട്ടോ. അതേപോലെ ഏതൊക്കെയാണ് വരിക അഗ്രിമെന്റ് ഓഫ് വെർബ് ആൻഡ് സബ്ജക്ട്, ഡിഫറന്റ് പാർട്സ് ഓഫ് സ്പീച്ച്, അതേപോലെ ടാഗ് ക്വസ്റ്റ്യൻസ് അല്ലെ, ക്വസ്റ്റ്യൻ ടാഗ്, പ്രിപ്പോസിഷൻസ്, ഇൻഡയറക്റ്റ് ഡയറക്റ്റ് സ്പീച്ച്, പാസീവ് വോയിസ്, സെന്റൻസ് കറക്ഷൻസ്, അങ്ങനെയുള്ള ഭാഗങ്ങൾ. അതേപോലെ വൊക്കാബുലറിയിലേക്ക് വരികയാണെങ്കിൽ കോമ്പൗണ്ട് വേർഡ്സ്, സിംഗുലർ, പ്ലൂറൽ, അതേപോലെ ചേഞ്ച് ഓഫ് ജെൻഡർ ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട് കേട്ടോ. ചേഞ്ച് ഓഫ് ജെൻഡർ, അതേപോലെ കളക്റ്റീവ് നൗൺസ്, ഫ്രേസൽ വെർബ്, ഫോറിൻ വേർഡ്സ് ആൻഡ് ഫ്രേസസ്, വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് അല്ലെ, സ്പെല്ലിംഗ് ടെസ്റ്റ്, ഇങ്ങനെയൊക്കെ എന്താ ഇംഗ്ലീഷിന്റെ ഭാഗത്തുനിന്ന് എന്ത് ചെയ്യണം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഇംഗ്ലീഷിന്റെ ഭാഗത്ത് കാരണം 20 മാർക്കിനാണ് കേട്ടോ. ഓക്കെ, സോ അതേപോലെ നിങ്ങൾ ഡിഗ്രി പ്രിലിംസിൽ ഇക്കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ എന്ത് ചെയ്യുക നല്ല രീതിയിൽ എന്ത് ചെയ്യുക റെഫർ ചെയ്യുക കേട്ടോ. 3 സ്റ്റേജ് കഴിഞ്ഞില്ലേ, സോ അതൊക്കെ എന്ത് ചെയ്യുക നല്ല രീതിയിൽ റെഫർ ചെയ്യുക. അതേപോലെ മലയാളത്തിന്റെ ഭാഗത്ത് നമുക്ക് അറിയാം പദശുദ്ധി, വാക്യശുദ്ധി, പരിഭാഷ, ഒറ്റപ്പദം, പര്യായം, വിപരീത പദം, ശൈലികൾ, പഴഞ്ചൊല്ലുകൾ, സമാന പദം, ചേർത്തെഴുതുക, സ്ത്രീലിംഗം, പുല്ലിംഗം, വചനം, പിരിച്ചെഴുതൽ, ഘടകപദം, ഇങ്ങനെയാണ് എന്താ മലയാളത്തിന്റെ ഭാഗത്ത് നിന്ന് എന്ത് ചെയ്യുക ടോപ്പിക്സ് കടന്നു വരാം. സോ ഇതാണ് എന്താ നമ്മുടെ ഡിഗ്രി പ്രിലിംസിന്റെ കോമൺ സിലബസ് തന്നെ ആയിരിക്കും എന്താ പഞ്ചായത്ത് സെക്രട്ടറിയുടെയും എന്താ സിലബസ് ആയിട്ട് വരാം പ്രിലിംസിന്റെ സിലബസ്. സോ ഈ പ്രിലിംസ് എക്സാം പാസ്സാവുന്നവർക്ക് എന്ത് ചെയ്യാൻ പറ്റൂ അതിന്റെ മെയിൻസ് എക്സാം എന്ത് ചെയ്യാൻ പറ്റൂ എഴുതാൻ പറ്റൂ. സോ നമ്മൾ നല്ല രീതിയിൽ പഠിച്ച് എന്ത് ചെയ്യണം പ്രിലിംസ് എക്സാം എന്ത് ചെയ്യണം ക്ലിയർ ചെയ്തിരിക്കണം. കാരണം അത്രയും നല്ലൊരു പോസ്റ്റ് ആണ്, ഗസറ്റഡ് പോസ്റ്റ് ആണ്. അതായത് നമുക്ക് എക്സാം അടിച്ച് ഡയറക്റ്റ് എന്താണ് നമ്മുടെ ഒരു ഗസറ്റഡ് പോസ്റ്റിലേക്കാണ് എന്താ പോകുന്നത്. സോ ഈ ഒരു അവസരം എന്ത് ചെയ്യരുത്, നിങ്ങൾ ആരും ഡിഗ്രി ഉള്ള ആരും എന്ത് ചെയ്യരുത് ഈ ഒരു അവസരം വിട്ട് കളയരുത് കേട്ടോ. സോ അതിന് വേണ്ടിയിട്ടാ
നമ്മുടെ സൂപ്പർ നോട്ട്സ് ഇപ്പോൾ അടിപൊളി ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മിഷൻ ഡിഗ്രി ലെവൽ 2027. അതിൽ നിങ്ങളുടെ പ്രിലിംസും അതേപോലെ മെയിൻസും ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ബാച്ചാണ്. പ്രിലിംസും പ്ലസ് മെയിൻസ് ഇൻക്ലൂഡ് ആയിട്ടുള്ള ഇന്റഗ്രേറ്റഡ് ബാച്ച് ആണ് എന്താ സൂപ്പർ നോട്ട്സ് ഇപ്പോൾ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഈ മിഷൻ ഡിഗ്രി ലെവൽ 2027 എന്ന് പറയുന്ന ബാച്ച്. മക്കളെ, നിങ്ങൾ ഇനിയും നോട്ടിഫിക്കേഷൻ വന്നില്ലല്ലോ, വന്നിട്ട് പഠിച്ചാൽ മതിയല്ലോ എന്നൊരു കോൺസെപ്റ്റ് എന്ത് ചെയ്യുക, ദയവ് ചെയ്ത് മാറ്റിവെക്കുക. അതിൽ യാതൊരു പ്രസക്തിയുമില്ല. നിങ്ങൾ എന്ത് ചെയ്യണം, എത്രയും മുന്നേ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ അത്രയും മുന്നേ എന്ത് ചെയ്യുക, പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. എത്രയും വേഗത്തിൽ എന്ത് ചെയ്യുക, ജോലിയിൽ എത്താൻ ശ്രമിക്കുക. കാരണം കോമ്പറ്റീഷൻ അത്രയും കൂടുതലാണ്. സോ നമ്മുടെ പ്രിപ്പറേഷൻ എന്ത് ചെയ്യണം, അത്രയും മികച്ചതായിരിക്കണം. സോ നിങ്ങളുടെ നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് ഈ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, നമ്മുടെ ഗൂഗിൾ, നമ്മുടെ എന്താണ് യൂട്യൂബിന്റെ ഈ ഒരു വീഡിയോയുടെ ഫസ്റ്റ് കമന്റ് ആയിട്ട് വരുന്ന ഗൂഗിൾ ഫോം എന്ത് ചെയ്യുക, ഒന്ന് ഫില്ല് ചെയ്താൽ മതി. സോ എല്ലാ വട്ടവും പറയുന്നത് പോലെ നല്ല രീതിയിൽ എന്ത് ചെയ്യണം, പഠിച്ച് മുന്നോട്ട് പോവുക. നിങ്ങൾ എന്തായാലും എന്ത് ചെയ്തു, ഇതുവരെ പഠിച്ചു കുറച്ചുകൂടി ഒന്ന് മുന്നോട്ട് പോയാൽ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് തീർച്ചയായിട്ടും നേടാൻ പറ്റും. സോ ഇത്തരം ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് എന്ത് ചെയ്യുക, സൂപ്പർ നോട്ട്സിന്റെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ.